ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് വിഭാഗവുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കും. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ച. പ്രിയങ്ക ഗാന്ധിയുമായി അഖിലേഷ് യാദവ് സഖ്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും സൂചനയുണ്ട്. 403 നിയമസഭാ സീറ്റിൽ 90 മുതൽ 105 സീറ്റ് വരെ കോൺഗ്രസിന്. ബാക്കിയുള്ള 300-നടുത്ത സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് വിഭാഗം മത്സരിക്കും. ഇതാണ് നിലവിൽ കോൺഗ്രസ് സമാജ്വാദി സഖ്യ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഫോർമുല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഷീലാ ദീക്ഷിത് പിന്മാറും. പകരം മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അഖിലേഷ് യാദവ് ആയിരിക്കുമെന്ന ഉറപ്പും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവുമായി ചർച്ച നടത്തിയെന്ന സൂചനയുമുണ്ട്. വിദേശയാത്രയിലായിരിക്കുന്ന രാഹുൽ ഗാന്ധി അടുത്ത ദിവസം ഇന്ത്യയിൽ തിരിച്ചെത്തും. തുടർന്ന് ജനുവരി 9-ന് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. അടുത്തയാഴ്ച തന്നെ ഔദ്യോഗികമായി സഖ്യപ്രഖ്യാപനം നടത്താനാണ് ഇരുവിഭാഗവും ആലോചിക്കുന്നത്. എന്നാൽ സമാജ്വാദി പാർട്ടിയിലെ രൂക്ഷമായ തർക്കം കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. മുലായം സിംഗ് ഇല്ലാത്ത സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 200-ലേറെ MLA-മാരും 1 ഡസൻ MP-മാരും അഖിലേഷ് യാദവിനൊപ്പമുണ്ട് എന്നതും ഹൈക്കമാൻഡിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉത്തർപ്രദേശിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഏതാണ്ട് പൂർണ്ണമായും പുറത്തായ കോൺഗ്രസ് അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തെ കാണുന്നത്. യാദവ മുസ്ലിം വോട്ടുകൾ തന്നെയാണ് ലക്ഷ്യം. ACC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായുള്ള ഭാരവാഹി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. നോട്ട് പിൻവലിച്ച നടപടിയെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക പ്രമേയത്തിന് നിർവാഹക സമിതി യോഗം അംഗീകാരം നൽകി. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും രൂപം നൽകി. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്ര ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ട അടിയന്തര സ്വഭാവമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബജറ്റ് അവതരണം മാർച്ചിലേക്ക് മാറ്റണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്ത് കർഷക ആത്മഹത്യയിൽ 42% വർധനവ്. ഓരോ 40 മിനിറ്റിലും ഓരോ കർഷകൻ ജീവൻ ഒടുക്കുന്നതായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. രാജ്യത്ത് വർഷം തോറും കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നതായാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014-ൽ 12,360 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2015-ൽ അത് 12,602 വർദ്ധിച്ചു. വിലത്തകർച്ചയും കടക്കണിയുമാണ് ഭൂരിപക്ഷം ആത്മഹത്യകൾക്കും പിന്നിലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വരൾച്ചയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും മൂലം കൃഷി നശിച്ചതും ആത്മഹത്യകൾക്കിടയാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ആത്മഹത്യ ചെയ്തവരിൽ ഭൂരിപക്ഷവും. 2015-ൽ ആത്മഹത്യ ചെയ്ത കർഷകരിൽ 72% പേരും ചെറുകിട കർഷകരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ 4,291 പേരും, കർണാടകയിൽ 1,569-ഉം, തെലങ്കാനയിൽ 1,400-ഉം, മധ്യപ്രദേശിൽ 1,290-ഉം, ഛത്തീസ്ഗഡിൽ 950-ഉം, ആന്ധ്രാപ്രദേശിൽ 916 പേരും 2015-ൽ ആത്മഹത്യ ചെയ്തു. 2014-ൽ ആത്മഹത്യ ചെയ്തവരിൽ 5,650 പേർ കർഷകരും 6,710 പേർ കർഷക തൊഴിലാളികളുമാണ്. 2015-ലാകട്ടെ 8,017 കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ 4,595 കർഷക തൊഴിലാളികൾ ജീവനൊടുക്കി. ഏറ്റവും കൂടുതൽ കർഷകർ ജീവനൊടുക്കിയത് BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാണെന്നത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതയാണ്. 3,360 കർഷകരാണ് 2015-ൽ മാത്രം ഇവിടെ ജീവനൊടുക്കിയത്. വിജയമല്യ അടക്കമുള്ള വൻ തട്ടിപ്പുകാരുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളുമ്പോഴാണ് 10,000 രൂപ തിരിച്ചടയ്ക്കാനാകാതെ രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് വിരോധാഭാസം. ന്യൂസ് ഡെസ്ക്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. നോട്ട് പ്രതിസന്ധിക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങൾക്കും യോഗം രൂപം നൽകും. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വിശദവിവരങ്ങൾ. അരുൺ, ഇന്നലെ ആരംഭിച്ച പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഇന്നാണ് CPIM-ന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് രാവിലെ ഓടുകൂടി യോഗം ആരംഭിച്ചു. തിരുവനന്തപുരത്തെ ഹൈസിന്ത് ഹോട്ടലിലാണ് ഇപ്പോൾ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുക. ഒപ്പം നോട്ട് നിരോധനത്തെ തുടർന്ന് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചുള്ള പ്രാഥമിക രൂപരേഖയ്ക്കും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമമായ രൂപം നൽകും. അതോടൊപ്പം തന്നെ ഭക്ഷ്യഭദ്രതാ നിയമം
നിയമം മൂലം കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങൾക്ക് റേഷനരി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള PB കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിലും നിർമ്മാണ പിഴവ്. പുതിയ നോട്ടിന്റെ നിറമിളകി ഉപയോഗശൂന്യമായി മാറുന്നതാണ് പ്രതിസന്ധി. ഇത്തരം നോട്ടുകൾ മാറ്റി നൽകാൻ റിസർവ് ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട്. വൈറ്റിലയിലെ ചുമട്ടുതൊഴിലാളിയായ സിജോയ്ക്ക് ഒരു ദിവസത്തെ അധ്വാനത്തിന് കിട്ടിയ വേതനമാണിത്. 500-ന്റെ പുതിയ 2 നോട്ടുകൾ. കിട്ടിയ കൂലിയും പോക്കറ്റിലിട്ട് ജോലി തുടർന്നു. ഫലം ഒരു ദിവസത്തെ അധ്വാനം പാഴായി. വിയർപ്പിൽ നനഞ്ഞതിനെ തുടർന്ന് നോട്ടിലെ നിറമിളകി ഉപയോഗശൂന്യമായി മാറി. നമ്മളൊരു സാധാരണക്കാര ചുമട്ടുതൊഴിലാളിയാണ്. ഈ 1000 രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് പണിയെടുക്കുന്നതിനിടയിൽ വേർക്കുകയും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പുതിയ നോട്ടിൻ്റെ അവസ്ഥ ഇതാണ്. നോട്ട് മാറ്റിയെടുക്കാൻ റിസർവ് ബാങ്കിനെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരു ദിവസം പണിയും കളഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്നൊന്നും അത് മാറാൻ പറ്റില്ല. ഈ അന്നുള്ള തൊഴിൽ ചെയ്തുള്ള ഇത് മേടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് അരിയും സാധനങ്ങളും പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഈ ഒരു 1000 രൂപ മാറുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ജോലിയും കളഞ്ഞു. കറൻസി ക്ഷാമത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധം തണുപ്പിക്കാൻ 500-ന്റെ പുതിയ നോട്ടുകൾ വേഗത്തിൽ അച്ചടിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. 2000-ന്റെ പുതിയ നോട്ടുകൾക്കും ഇതേ തകരാർ തന്നെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചതിലൂടെ ജനങ്ങളോട് കാണിച്ചത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. DCC പ്രസിഡന്റ് T. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സാധാരണയുള്ള ഒരു വീഴ്ചയല്ല, ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് ഈ തീരുമാനമെടുത്തവര് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച അതീവ ഗുരുതരമായ ഒരു പ്രശ്നം, DLRU കമ്പനിയെ അതിരുവിട്ട് പരിമിതികൾ മറികടന്ന് അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ സംശയം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്ന മേക്ക് ഇൻ ഇന്ത്യ എന്ന ആ വലിയ പരിപാടിയിൽ ഏറ്റവും സജീവമായി ഈ കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ സ്പോൺസർ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ദുരൂഹത മാറ്റണം. എന്താണ് പറയാനുള്ളത് പറയണം, അതിന് മുമ്പോട്ട് വരണം. അതല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിർബന്ധിതമാകും എന്ന് പറയാൻ ആഗ്രഹിക്കുക. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരൻ. ജനവഞ്ചകനായ മോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും VM സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് മാർച്ച് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാന ലംഘകനായ, വിശ്വാസഘാതകനായ, ജനവഞ്ചനയുടെ ആൾരൂപമായ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാനത്ത് ഒരു നിമിഷം ഇനിയും കടിച്ചു തൂങ്ങാനുള്ള അർഹത താങ്കൾക്കില്ല. സൗമ്യ വധക്കേസിൽ മാർക്കണ്ഡേയ കഡ്ജുവിനെതിരായ കോടതിയലക്ഷ്യ കേസ് സുപ്രീം കോടതി അവസാനിപ്പിച്ചു. കഡ്ജു മാപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് കോടതി കേസ് അവസാനിപ്പിച്ചത്. നിരുപാധികമുള്ള കഡ്ജുവിന്റെ മാപ്പ് കോടതി അംഗീകരിച്ചു. കേസിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നേരത്തെ കഡ്ജു ഉന്നയിച്ചത്. പിന്നീട് കേസിന്റെ വാദത്തിനിടെ അപൂർവ നടപടിയിലൂടെ കോടതിയിൽ വിളിച്ചുവരുത്തിയ കഡ്ജുവിനെ ഒടുവിൽ പുറത്താക്കേണ്ട സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ജുഡീഷ്യറിയും ജഡ്ജിമാരെയും തനിക്ക് ബഹുമാനമാണെന്നും മാപ്പപേക്ഷയിൽ കഡ്ജു വ്യക്തമാക്കി. ലോക സിനിമയിലെ അഭിനയ കുലപതി നടൻ ഓംപുരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി, പഞ്ചാബി, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സമാന്തര സിനിമകളുടെ സജീവ സാന്നിധ്യമായിരുന്ന ഓംപുരിയുടെ വേർപാടോടെ ഇന്ത്യൻ സിനിമയിൽ ഒരു കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ഹരിയാനയിലെ അംബാലയിൽ ഒരു പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച ഓംപുരിയുടെ സിനിമാ പ്രവേശം നാടകത്തിലൂടെയായിരുന്നു. 1976 പുറത്തിറങ്ങിയ മറാത്തി ചിത്രം ഗാഷിറാം കോട്ട്വാളിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം കച്ചവട സിനിമകളിലും കലാമൂല്യമുള്ള സിനിമകളിലും ഒരേപോലെ തിളങ്ങി.
അമരീഷ് പുരി, നസ്രുദ്ദീൻ ഷാ, ഷബ്ന അസ്മെ തുടങ്ങിയവരുടെ സമകാലികനായിരുന്ന ഓംപുരി 70കളിലെ സമാന്തര സിനിമകളുടെ മുഖമായിരുന്നു. ആക്രോശ്, മിർച്ച് മസാല, അർദ്ധസത്യം തുടങ്ങിയവ എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ സിനിമകളാണ്. ഇന്ത്യയിൽ എല്ലാ പ്രമുഖ ഭാഷകളിലും അഭിനയിച്ചുവെന്ന അപൂർവ ബഹുമതിയും ഓംപുരിക്ക് സ്വന്തം. ഇന്ത്യൻ സിനിമകൾക്ക് പുറമെ ഹോളിവുഡ് സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. ജയറാം നായകനായി രമ്യ കൃഷ്ണൻ പ്രധാന വേഷം ചെയ്ത സമീപകാല ചിത്രമായ ആടുപുലിയാട്ടം, പുരാവൃത്തം എന്നിവയാണ് ഓംപുരിയുടെ മലയാള ചിത്രങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഗാന്ധി എന്ന ചിത്രത്തിലും ഓംപുരി തന്റെ സാന്നിധ്യം അറിയിച്ചു. കലാമൂല്യവും കച്ചവടമൂല്യവുമുള്ള സിനിമകളിൽ വ്യത്യസ്തമായ റോളുകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നതാണ് ഓംപുരിയുടെ യഥാർത്ഥ മികവ്. വ്യത്യസ്തമായ പല റോളുകളും അദ്ദേഹം ചെയ്തു. സ്വഭാവ നടൻ, സീരിയസ് റോളുകൾ എന്നിവയ്ക്കൊപ്പം ഹാസ്യതാരമായും തിളങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിനിടെ ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും ഓംപുരിയെ തേടിയെത്തി. 1982ലും 84ലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യം പത്മശ്രീ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. ഓംപുരി എന്ന അതുല്യ പ്രതിഭയുടെ വേർപാടോടെ ഇന്ത്യൻ സിനിമയുടെ ഒരു കാലഘട്ടമാണ് വിട പറയുന്നത്. സിനിമാ സമരത്തെ അതിജീവിച്ച ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരം തിയേറ്ററുകളിലെത്തി. ഇന്ദ്രജിത്തും റിമ കല്ലിങ്ങലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മലയാളം റിലീസില്ലാത്തതിനാലുള്ള പ്രതിസന്ധിക്കിടെയാണ് കാട് പൂക്കുന്ന നേരം തിയേറ്ററുകളിലെത്തിയത്. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ അംഗമല്ലാത്ത 31 തിയേറ്ററുകളിലാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച് മികച്ച അഭിപ്രായം നേടിയ ചിത്രം പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമാകുമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു അഭിപ്രായപ്പെട്ടു. അനാവശ്യമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു സമരത്തെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത്. സാധ്യമാകുന്ന എല്ലാ സിനിമകളും റിലീസ് ചെയ്യാൻ. അപ്പോൾ അതിന് നിർമ്മാതാവ് സോഫിയ പോൾ കൂടി അത്തരത്തിലുള്ളൊരു വളരെ ധൈര്യത്തോടുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ 15 തിയേറ്ററുകൾ ഈ ചിത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിതരണക്കാരൻ പ്രദീപ് മേനോൻ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നവരും ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിത്രത്തിന്റെ പ്രമേയം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവി പ്രഭാവർമ്മയ്ക്ക് പ്രസ് ക്ലബിന്റെയും കേരള പത്രപ്രവർത്തക യൂണിയന്റെയും ആദരം. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന അനുമോദന സമ്മേളനം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബും കേരള പത്രപ്രവർത്തക യൂണിയനും സംയുക്തമായാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ കവി പ്രഭാവർമ്മയെ ആദരിച്ചത്. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കർമ്മനിരതനായും ജ്ഞാനശീലനായും വളരാൻ പ്രഭാവർമ്മയ്ക്ക് ഇനിയും പതിറ്റാണ്ടുകൾ ഏറെയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മലയാളത്തിന് മികവുറ്റ നിരവധി കവിതകൾ പ്രഭാവർമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ച മന്ത്രി ജി സുധാകരൻ പ്രഭാവർമ്മയുടെ സൃഷ്ടിയെ വിലയിരുത്താനും മറന്നില്ല. നമുക്കൊരു യുദ്ധം ഇനിയും വേണ്ട എന്ന് ഓരോ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് മഹാഭാരതത്തിന്റെ സാരാംശം. ആ സാരാംശത്തെ ഏറ്റവും മനോഹരമായി കാവ്യാത്മകമായി കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നത് പോലെ ഒരു സ്വന്തം പുതിയ കൃതി പോലെ അവതരിപ്പിക്കാൻ പ്രഭാവർമ്മയ്ക്ക് കഴിഞ്ഞു. അതിലാണ് കവിയുടെ അതാണ് കവിത. ഉദ്ഘാടനത്തിന് ശേഷം കേരള പത്രപ്രവർത്തക യൂണിയന്റെയും പ്രസ് ക്ലബിന്റെയും സ്നേഹോപഹാരങ്ങൾ ഭാരവാഹികൾ പ്രഭാവർമ്മയ്ക്ക് നൽകി. ചടങ്ങിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KP മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബംഗളൂരുവിൽ നടന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരെ വിരാട് കോഹ്ലിയും രംഗത്ത്. ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചതിനാലാണ് പെൺകുട്ടികൾക്ക് ഇത് നേരിടേണ്ടി വന്നത് എന്നും അത് അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന രീതിയിലും ആയിരുന്നു പലരും പ്രതികരിച്ചത് എന്നും അത് ശരിയായില്ല എന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടു. ട്വിറ്ററിലാണ് കോഹ്ലി വീഡിയോയോട് പ്രതികരിച്ചത്. ബാംഗ്ലൂരുവിലെ പുതുവർഷാഘോഷത്തിനിടയിൽ യുവതികൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിനെതിരെ പ്രതികരിച്ച് വിരാട് കോഹ്ലിയും രംഗത്ത്. പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമം മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചതായി പറഞ്ഞ കോഹ്ലി സംഭവം കണ്ടിട്ടും പ്രതികരിക്കാതെ നിന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ യുവതികൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിന്ന് വീക്ഷിക്കുന്നത് ഭീരുത്വമാണെന്നും അത്തരക്കാർ പുരുഷന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ യോഗ്യതയില്ലാത്തവരാണെന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലൊരു അതിക്രമം കുടുംബത്തിലെ ആർക്കെങ്കിലും നേരെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ എന്നും അവരെ സഹായിക്കില്ലേ എന്നും കോഹ്ലി ചോദിക്കുന്നു. ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചതിനാലാണ് പെൺകുട്ടികൾക്ക് ഇത് നേരിടേണ്ടി വന്നതെന്നും അത് അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നുമുള്ള രീതിയിലാണ് അക്ഷയ് കുമാർ അടക്കമുള്ളവർ പ്രതികരിച്ചത്. ഇത്തരം ചിന്തകളുള്ളവർ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്നുള്ളത് ഞെട്ടലോടെ മാത്രമേ ഉൾക്കൊള്ളാനാകൂ എന്നും ഇത്തരമൊരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പോലും തനിക്ക് ലജ്ജയുണ്ടെന്നും കോഹ്ലി പ്രതികരിച്ചു. നമ്മുടെ ചിന്താരീതികളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നുവെന്നും സ്ത്രീകളോട് സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും കോഹ്ലി ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.
തട്ടേക്കാട് വനത്തിൽ നായാട്ട് സംഘത്തിലെ യുവാവ് മരിച്ചത് ആനയുടെ ചവിട്ടേറ്റല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടയിൽ വെടിയേറ്റതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. യുവാവിന്റെ മരണകാരണം സംബന്ധിച്ച് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ ചവിട്ടേറ്റതല്ല മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തുടയിൽ വെടിയേറ്റതിനെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത്. മാത്രവുമല്ല, ശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തുകയും ചെയ്തു. കാര്യമായ മറ്റു പരിക്കുകളൊന്നും ശരീരത്തിൽ ഇല്ലാതിരുന്നത് ആനയുടെ ചവിട്ടേറ്റതാണ് മരണകാരണമെന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നു. നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് മരിച്ച യുവാവിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെയാണ് നായാട്ട് സംഘം വനമേഖലയ്ക്കുള്ളിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒപ്പമുണ്ടായിരുന്നയാൾ മരിച്ചു എന്നായിരുന്നു നായാട്ട് സംഘത്തിലെ മറ്റംഗങ്ങൾ നൽകിയ വിവരം. ജനവാസ മേഖലയിൽ നിന്നും 15 കിലോമീറ്റർ ഉൾവനത്തിൽ വനപാലകർ നടത്തിയ തിരച്ചിലിൽ നാടൻ തോക്കും മറ്റായുധങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. നാലംഗ നായാട്ട് സംഘത്തിലുണ്ടായിരുന്ന മറ്റു 2 പേർ ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ന്യായപ്പള്ളി സ്വദേശി തങ്കച്ചനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു മൃഗങ്ങളെ വെടിവെക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിയേറ്റതോ അല്ലെങ്കിൽ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വെടിവെച്ചതോ ആകാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മണ്ഡല മകരവിളക്ക് സീസണിലെ ശബരിമല വരുമാനത്തിൽ വർധനവ്. 18,32 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള വരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 50.61 ലക്ഷം രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കാണിക്കയായി ലഭിച്ച പഴയ നോട്ടുകൾ മാറാൻ കേന്ദ്രത്തിന് അപേക്ഷ നൽകിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പങ്കെടുപ്പിച്ച് ഞായറാഴ്ച പമ്പാ തീരത്ത് പമ്പാ സംഗമം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ശബരിമല സന്നിധാനത്തും പമ്പയിലും മികച്ച സേവനം നടത്തുകയാണ് കാരുണ്യ ഫാർമസികൾ. ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ അടക്കം വലിയ വിലക്കുറവ് നൽകുന്നുവെന്നതും ഇവിടുത്തെ തിരക്ക് വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വരെ വലിയ വിലക്കുറവിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നു എന്നതാണ് കാരുണ്യ ഫാർമസിയുടെ ഏറ്റവും വലിയ നേട്ടം. സന്നിധാനത്തും പമ്പയിലുമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ട എല്ലാ മരുന്നുകളുമായി മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾക്ക് വളരെ മുമ്പേ തന്നെ കാരുണ്യ ഫാർമസിയും സജ്ജമായിരുന്നു. വേദനയ്ക്കുള്ള മരുന്നുകൾക്കും മറ്റുമാണ് സന്നിധാനത്തെ ഫാർമസിയിൽ ആവശ്യക്കാർ കൂടുതലായും എത്തുന്നത്. ഇത് 4ാമത്തെ വർഷമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി പമ്പയിലും സന്നിധാനത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാർമസിയുടെ സേവനം 24 മണിക്കൂറും അയ്യപ്പ ഭക്തന്മാർക്കായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 20% മുതൽ 93% വരെ ഡിസ്കൗണ്ടിൽ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 20% മുതൽ 93% വരെ വിലക്കുറവിലാണ് മരുന്നുകളുടെ വിൽപ്പന. കഴിഞ്ഞ 4 വർഷമായി സന്നിധാനത്തും പമ്പയിലും ഉത്സവകാലത്ത് കാരുണ്യ ഫാർമസിയുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. വിജേഷ് നടുവിൽ, സന്നിധാനം. ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ അമേരിക്കയുടെ തീവ്രവാദ പട്ടികയിൽ. ഹംസ ബിൻ ലാദൻ കൊടും ഭീകരനാണ് എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതിനിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് തങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് അൽ ഖ്വയ്ദ നേതാവ് ഐമൻ അൽ സവാഹിരി രംഗത്തെത്തി. വേട്ടയാടപ്പെടേണ്ട തീവ്രവാദികളുടെ പട്ടികയിലാണ് അമേരിക്കയെ എക്കാലത്തും ഞെട്ടിച്ച ഒസാമ ബിൻ ലാദന്റെ മകനെയും ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ കൊടും ഭീകരനാണെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. 30 വയസ്സ് തികയാത്ത ഹംസ ബിൻ ലാദൻ അമേരിക്കയ്ക്കെതിരെ അൽ ഖ്വയ്ദയുടെ പട നയിക്കുമെന്നാണ് വിലയിരുത്തൽ. 2011 ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടപ്പോൾ അന്ന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഹംസയുടെ പ്രതികാരദാഹം കലർന്ന ശബ്ദരേഖ അമേരിക്കൻ ജനതയെ ഞെട്ടിച്ചിരുന്നു. ബിൻ ലാദന്റെ 11 മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ഹംസ. ഏകാന്തനായ ചെന്നായ എന്നാണ് ഹംസയ്ക്ക് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇട്ടിരിക്കുന്ന പേര്. അതിനിടെ അൽ ഖ്വയ്ദ നേതാവ് ഐമൻ അൽ സവാഹിരി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെയും പ്രചാരണങ്ങളെയും എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്ലാം ഗ്രൂപ്പുകളുമായി യോജിക്കാവുന്ന തരത്തിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത സവാഹിരി ഷിയ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യൻ നേതാക്കൾക്കെതിരെയും ആക്രമണം നടത്തുന്ന IS നടപടികളെ വിമർശിക്കുകയും ചെയ്തു. കൂടാതെ പള്ളികൾ, മാർക്കറ്റ്, സൈന്യം എന്നിവയ്ക്ക് നേരെയുള്ള IS ആക്രമണങ്ങളെയും സവാഹിരി എതിർക്കുന്നു. ഭീകര സംഘടനയ്ക്കിടയിലുള്ള ഭിന്നതയാണ് സവാഹിരിയുടെ സന്ദേശത്തിലൂടെ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്.